എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്റ്റീംഡ് ബൺസ് അല്ലെങ്കിൽ ബാവോ ബൺസ് എന്ന് പറയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ബൺസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് ചെറു ചൂടോടെ 3 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 1/4 കപ്പ് ചെറു ചൂട് വെള്ളവും കൂടി ആഡ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ഡ്രൈ ഈസ്റ്റും കൂടി. പിന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് ഇത് മിക്സ് ചെയ്തിട്ട് വെക്കണം. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം മേലെ ഇങ്ങനെ പത പോലെ വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഉപയോഗിക്കാതിരിക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് നശിച്ചു പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കത്തില്ല. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആട്ട വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് എന്തായാലും മൈദയ്ക്ക് തന്നെയാണ്. ഇത് 4 പേർക്ക് കഴിക്കാൻ ഉള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് ഏകദേശം ഒരു 5-10 മിനിറ്റെങ്കിലും നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നാലേ ഇത് സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. ഏകദേശം നമ്മുടെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എണ്ണ നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് തടവി കൊടുക്കണം. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഒന്നെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ടോ ഇത് റാപ്പ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ 1 അവർ റെസ്റ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അകത്തെ ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റത്തേക്ക് വെച്ചേക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബണ്ണിൻ്റെ അകത്ത് വെക്കാനായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി കുറച്ച് വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, പിന്നെ ഒരു സവാള, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ലൈം ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വിനെഗർ,
എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. സോ നമ്മുടെ വെജിറ്റബിൾ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സോസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് മയോണൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് മാത്രമായിട്ട് തന്നെ ഉപയോഗിക്കാം. ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്തിലൊരു 1/2 ടീസ്പൂണ് ചില്ലി സോസും 1/2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എല്ലാം ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ സോസസിലെല്ലാം ഇഷ്ടംപോലെ ഉപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആ സോസിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലപോലെ ഈ ചിക്കനിൽ ഇത് കോട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് എടുത്ത് നോക്കാം. ഏകദേശം ഡബിൾ ദ സൈസ് ആയിട്ടുണ്ടിത്. അപ്പം ഒന്നുകൂടെ ഒരു 1-2 മിനിറ്റ് ഒന്ന് നീഡ് ചെയ്യുക. നല്ല സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഞാനിവിടെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചെറിയ സൈസാക്കി ചെയ്യാം. ഞാനിവിടെ കുറച്ച് വലിയ ബൺസായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഞാനിതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ബോൾസിനെ ഒന്ന് പരത്തിയെടുക്കാം. ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിൽ പരത്തിയെടുത്താൽ മതിയാവും. ഈ ഒരു സൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒരു സെമി സർക്കിൾ പോലെ ഫോൾഡ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ആ എഡ്ജസ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതിയാവും. സോ ഇതുപോലെ ബാക്കി ബൺസും കൂടെ റെഡിയാക്കുക. ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതും ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മളിതിനെ ആവിയിലാണ് വേവിക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലിത്തട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീമർ നിങ്ങൾക്ക് എടുക്കാം. കുറച്ച് എണ്ണ അതിൻ്റെ മേലെ തടവി കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. കാണാം നമ്മുടെ മാവ് കുറച്ചും കൂടി വീർത്ത് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഓരോന്നായിട്ടെടുത്ത് സ്റ്റീമറിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കും. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്കാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏകദേശം 10 മിനിറ്റ് ആയി. നല്ലപോലെ ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി പതുക്കെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. 5 മിനിറ്റിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബൺസ്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് കൂൾ ചെയ്യാനായിട്ട് വെക്കുക. സോഫ്റ്റ് ബൺസ് റെഡി ആയിട്ടുണ്ട്.
നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലെ നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അകമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് എല്ലാം ആഡ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് കെച്ചപ്പ് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ സോസിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. നല്ലപോലെ അത് ലോഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി പ്ലേസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ആകെ ആ ഒരു മാവ് 1 മണിക്കൂർ വെക്കേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ചിക്കൻ സ്റ്റീംഡ് ബാവ് ബൺസ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.